ആലപ്പുഴയിലെ താറാവ് കർഷകരുടെ പ്രതിസന്ധി ന്യൂസ് 18 നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അടക്കം വലിയ നേട്ടമുണ്ടാക്കേണ്ട സമയമായിരുന്നു. പ്രത്യേകിച്ച് മാംസവിപണിയിൽ താറാവിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സമയമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ വിപണിയിലേക്ക് എത്തിക്കാൻ അവർക്ക് താറാവ് ഉണ്ടായിരുന്നില്ല. ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷിപ്പനി പ്രതിരോധത്തിലെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്നാണ് ആലപ്പുഴയിലെ കർഷകർ ആവശ്യപ്പെടുന്നത്. പക്ഷിപ്പനി തടയാൻ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത് കുട്ടനാട്ടിലെ തനത് ഇനങ്ങളായ ചാരയും ചെമ്പല്ലിയുടെയും വംശനാശത്തിന് തന്നെ ഇടവരുത്തി. ചെന്നിത്തലയിലെ പാടശേഖരത്ത് മാത്രമാണ് ഈ ഇനത്തിൽപ്പെട്ട താറാവുകൾ ഇനി ബാക്കിയുള്ളത്. പക്ഷിപ്പനി നിരോധനത്തിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീണ്ട കാലയളവിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. H5N1 സ്ഥിരീകരിച്ച ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കർഷകർ അഭിമുഖീകരിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്തിലായിരുന്നു ആദ്യം വൈറസ് ബാധ കണ്ടെത്തിയത്. പിന്നീട് അത് 3 ജില്ലകളിലേക്ക് വ്യാപിച്ചു. അവിടെയുള്ള മുഴുവൻ വളർത്തുപക്ഷികളുടെയും ഇറച്ചിയുടെയും മുട്ടയുടെയും വിപണനവും മൃഗസംരക്ഷണ വകുപ്പ് തടഞ്ഞു. മാത്രമല്ല, ആയിരക്കണക്കിന് വളർത്തുപക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. ഇത്തരത്തിൽ ചെറുതന പഞ്ചായത്തിൽ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടിയിരുന്ന 8,000-ഓളം താറാവ് കുഞ്ഞുങ്ങളെ റോയി എന്ന കർഷകൻ ഏറ്റെടുത്തു. ചെന്നിത്തലയിലെ തന്നെ പാടശേഖരത്തിലേക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ അനുമതിയോടെ അവയെ കൊണ്ടുവന്നു. നശിപ്പിച്ചു കളയാനുള്ള സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങാതെ കർഷകൻ സംരക്ഷിച്ച ഈ താറാവുകളാണ് ഇന്ന് കേരളത്തിൽ തന്നെ ആകെ അവശേഷിക്കുന്ന ചാരയും ചെമ്പല്ലിയുമെന്ന കുട്ടനാടിന്റെ തനദിനം. അന്ന് ഇതിനെ കൊന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുട്ടനാട്ടിൽ ഈ താറാവ്, കേരളത്തിലെ താറാവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. കേരളത്തിൽ എൻ്റെ ഈ താറാവ്, ഞങ്ങളുടെ ഈ ഒരു കൂട്ടം താറാവല്ലാതെ, ഈ 3000 താറാവല്ലാതെ കേരളത്തിൽ താറാവില്ല. എൻ്റെ അറിവിൽ ഒരു താറാവില്ല. ഒരു കലർപ്പും ഇല്ലാത്ത ചാരയും ചെമ്പല്ലിയും താറാവാണ് ഈ കിടക്കുന്നത്. പ്രാദേശികമായി കർഷകർ സംരക്ഷിച്ച കലർപ്പില്ലാത്ത ഈ താറാവ് സർക്കാരിന്റെ ഫാമുകൾ പോലും ഇല്ല. വിരിയാറായ മുട്ടകൾ പോലും നിരോധനത്തിന്റെ ഭാഗമായി അന്ന് നശിപ്പിക്കപ്പെട്ടിരുന്നു. ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അതുപോലെ പൈസ ചിലവാണ്. 35 രൂപ വിലയ്ക്ക് അരിയും മേടിച്ച് കോഴിത്തീറ്റയ്ക്ക് 45 രൂപ വിലയുള്ള കോഴിത്തീറ്റയും മീൻപൊടിയും ഞണ്ടുംപൊടിയും അങ്ങനെ 3-4 സൈസിലെ തീറ്റയും കൊടുത്ത് ഞങ്ങൾ അതിനെ കഷ്ടപ്പെട്ട് വളർത്തുക. ഞങ്ങൾക്ക് ഇങ്ങനെ മുട്ട വിറ്റാൽ ഒരു പ്രയോജനം കിട്ടുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിറ്റെങ്കിലേ 10 രൂപ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരു താറാവിന് ഞങ്ങൾക്ക് പേര സ്റ്റോക്ക് ഒപ്പിച്ചതിന് 2,000-2,300 രൂപ ഒരു താറാവിന് ചിലവായി. നിരോധന കാലയളവ് ഈ 31-ന് പൂർത്തിയാകുമെങ്കിലും അടുത്ത ഈസ്റ്റർ സീസൺ പോലും കർഷകർക്ക് ലഭ്യമാകില്ല. ഒരുപക്ഷെ കർണാടകവും തമിഴ്നാടും കേരളത്തിന്റെ വിപണി തന്നെ ഇതിനോടകം കൈയടക്കി കഴിയും. ഇനിയെങ്കിലും മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നും പഠനങ്ങൾക്ക് വിധേയമാക്കണമെന്നുമാണ് കർഷകരുടെ അപേക്ഷ. 7 മാസം മുമ്പ് പക്ഷിപ്പനിയുടെ ഭാഗമായി സർക്കാർ നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞ താറാവും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് പിന്നിൽ കാണുന്നത്. ഇത് തെളിയിക്കുന്നത് പക്ഷിപ്പനിയും കള്ളിങ്ങും നിരോധനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പഠനങ്ങൾ സർക്കാർ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചെന്നിത്തല എരമത്തൂർ പാടശേഖരത്തിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.